ഇത് കണ്ടില്ലേ, നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞു. മഴ ഒന്ന് ശമിച്ചപ്പോൾ നല്ല രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കുംബർ ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ കാരണം അതിൻ്റെ പൂവിടിയിലൊക്കെ വളരെ കുറവായിരുന്നു. ഇനി കുറച്ച് ദിവസം വെയിൽ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ പിന്നെ പൂക്കണ്ണികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മഴ മാറിയപ്പോൾ കീടങ്ങളും വരുന്നുണ്ട്. അപ്പോൾ കീടനിയന്ത്രണ ഉപാധികളും ഇതിനകത്ത് ഉൾപ്പെടുത്തി കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മഴ തോന്നുന്ന രീതിക്ക് നമുക്ക് ജൈവവളങ്ങളും മറ്റു വളങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കുക്കുംബർ കിട്ടും. അപ്പോൾ കുക്കുംബറിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട രണ്ട് വിളകളാണ്. ഒന്ന് കുക്കുംബറും അതുപോലെ തന്നെ ചീരയും. കാരണം ചീര നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കുക്കുംബർ നമുക്ക് 45-ാമത്തെ ദിവസം മുതൽ പൂവിട്ട് വിളവെടുക്കാൻ തുടങ്ങും. കായ് വന്നു കഴിഞ്ഞാൽ 3-4 ദിവസത്തിനകത്ത് നമുക്ക് കായ്കൾ പറിച്ച് വിപണിയിൽ എത്തിക്കാനും കഴിയും. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് എപ്പോഴും അവന് വരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അവന് ഒരു കൃഷി തീർന്നാൽ അടുത്ത കൃഷി അതിൽ വിത്തുകളിട്ട് പിന്നെ അത് കായ്ഫലം തന്നു തുടങ്ങാൻ ഏകദേശം 60-65 ദിവസം വരെ എടുക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൃഷികൾ ഇടവിളയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കൃഷിക്ക് വേണ്ട മറ്റ് കാര്യങ്ങളിൽ, അതായത് മറ്റ് ചിലവുകൾ കണ്ടെത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഓണക്കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഒരു ശാശ്വത പരിഹാരമായിട്ട്, അതായത് അതിന് വേണ്ട വസ്തുക്കൾ, ജൈവ വളങ്ങൾ, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങൾ വാങ്ങുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഇതുപോലെയുള്ള ചെറിയ കൃഷികൾ നമ്മൾ ഇടവിളകളായിട്ട് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് ലഭിക്കും. അപ്പം എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക.